Hello friends, നമ്മൾ നോക്കുന്നത് അപ്ഡേറ്റ് ട്രിഗർ, ആഫ്റ്റർ അപ്ഡേറ്റ് ട്രിഗർ. ഓക്കെ, നമ്മൾ ഇൻസെർട്ട് ട്രിഗറും ഡിലീറ്റ് ട്രിഗറും എന്താ നോക്കി. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു ടേബിളിലെ ഡാറ്റ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആണ് ആഫ്റ്റർ അപ്ഡേറ്റ് ട്രിഗർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടേബിളിലെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പ്രീവിയസ് ഡാറ്റ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഡാറ്റ പുതിയ വാല്യൂ ചേഞ്ച് ആയി വരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ടേബിളിലുള്ള പഴയ ഡാറ്റ നമ്മൾ ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലോജിക്കൽ ടേബിളിലാണ് ഉണ്ടാവുക. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ ഡാറ്റ ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള മാജിക്കൽ ടേബിളിലും വരും. ഓക്കെ, പിന്നെ ഇതിന്റെ സിൻടാക്സ് സെയിം തന്നെയാണ്. അതായത് ക്രിയേറ്റ് ട്രിഗർ, ട്രിഗർ നെയിം, ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു ഓൺ ടേബിൾ നെയിം എന്ന് പറഞ്ഞിട്ട് ആഫ്റ്റർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റമർ എന്ന ടേബിളും അതായത് കസ്റ്റമർ ഹിസ്റ്ററി എന്ന ടേബിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഒരു അപ്ഡേറ്റ് ട്രിഗർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സെയിം സിൻടാക്സ്, ക്രിയേറ്റ് ട്രിഗർ, ട്രിഗർ നെയിം, TRG, എന്താണ് അപ്ഡേറ്റ് ചെയ്യുക, അപ്ഡേറ്റ് കസ്റ്റമർ. ഓക്കെ, ഓൺ നമ്മുടെ ടേബിൾ കസ്റ്റമർ, ടേബിൾ നെയിം കസ്റ്റമർ. ഓക്കെ, ഇവിടെ ഒന്ന് തുറക്കുന്നു ആഫ്റ്റർ എന്ത് ചെയ്യുമ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് ആഫ്റ്റർ അപ്ഡേറ്റ്. ഇവിടെ ആസ് ഇവിടെ ബിഗിൻ എൻഡ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. അപ്പോൾ നമ്മളൊരു ടേബിളിലെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ രണ്ട് മാജിക്കൽ ടേബിളിലും ഡാറ്റ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ഡിലീറ്റഡ് പറയാം. ഓക്കെ, അപ്പോൾ പഴയ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഈ ഡിലീറ്റഡ് ടേബിളിൽ ഉണ്ടാവും. ഓക്കെ, ഓൾഡർ ഡാറ്റ. ഓക്കെ, ന്യൂ ഡാറ്റ എന്തിനുണ്ടാവുക, നമ്മുടെ ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള മാജിക്കൽ ടേബിൾ. ഓക്കെ, നമുക്ക് ഈ ട്രിഗർ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ട്രിഗർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് രണ്ട് ടേബിൾ നോക്കാം. വാല്യൂ ഒന്നുമില്ല, കസ്റ്റമർ ഹിസ്റ്ററിയിൽ വാല്യൂ ഒന്നുമില്ല. ഓക്കെ, ഇനി ഈ 13th ഷാജി എന്ന റെക്കോർഡിൽ കസ്റ്റമർ ID 13 ഉള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അതിന്റെ സെയിൽ എമൗണ്ട് 9,000 മാറ്റി 10,000 ആക്കണം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട നമുക്ക് അതിന്റെ നെയിം ചേഞ്ച് ചെയ്യാം. ഓക്കെ, നെയിം നമുക്ക് ഷാജി മാറ്റിയിട്ട് നമ്മൾ പീറ്റർ എന്നാക്കണം. ഓക്കെ, കാരണം സെയിൽ എമൗണ്ട് നമ്മൾ ഈ കസ്റ്റമർ ഹിസ്റ്ററിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക, അപ്ഡേറ്റ് കസ്റ്റമർ സെറ്റ് നെയിം ഈസ് ഈക്വൽ ടു പീറ്റർ, where customer ID is equal to 13. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ 13 ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെക്കോർഡ് എന്തിട്ട് വരും, ഡിലീറ്റഡ് എന്ന് പറഞ്ഞ ടേബിളിൽ വരും. നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ പീറ്റർ എന്ന് വെച്ചിട്ടുള്ളത് ഇൻസെർട്ട് എന്ന് പറഞ്ഞ ടേബിളിൽ വരും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, 13 ഷാജി നമ്മുടെ പഴയ ഡാറ്റ ഈ റെക്കോർഡ് വന്നു, ഈ ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള മാജിക്കൽ ടേബിൾ വന്നു. ഓക്കെ, അപ്ഡേറ്റ് ചെയ്ത പുതിയ ഡാറ്റ പീറ്റർ. ഓക്കെ, അതെന്തിൽ വന്നു, നമ്മുടെ ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള മാജിക്കൽ ടേബിൾ വന്നു. ഓക്കെ,
ടേബിളിൽ ഡാറ്റ എന്തായിട്ടുണ്ട്, ഫീൽട്ടർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് ഈ ഇൻസേർട്ടിലുള്ള ഡാറ്റയെ ജസ്റ്റ് ഇതില് ഈ നമ്മുടെ ഹിസ്റ്ററി ടേബിളിൽ ഇൻസേർട്ട് ചെയ്യണം. അതേമാതിരി പുതിയ വന്നിട്ടുള്ള ഡാറ്റയെ നമുക്ക് ഈ ഹിസ്റ്ററി ടേബിളിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് നമ്മൾ ഈ കസ്റ്റമർ നെയിമും കസ്റ്റമർ ഐഡിയും കോപ്പി ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കാം. നമ്മൾ വേരിയബിൾ നെയിം ജസ്റ്റ് DL ഇട്ട് കൊടുക്കും. ഓക്കെ, ഡിലീറ്റഡ് എന്ന് പറഞ്ഞ ടേബിളിൽ വന്നിട്ടുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു, ഈ കസ്റ്റ് ID ഡിലീറ്റ് എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ കസ്റ്റമർ ID, കസ്റ്റ് നെയിം DL എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ നെയിം ഫീൽഡ് നമ്മൾ അസൈൻ ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ആ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നുള്ള വാല്യൂ ഗെറ്റ് ചെയ്യുന്നു, അത് ഈ ഹിസ്റ്ററി ടേബിളിൽ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നമുക്ക് കസ്റ്റമർ ID കസ്റ്റമർ നെയിം എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസേർട്ടഡ് ടേബിളിലുള്ള വാല്യൂസ് നമ്മൾ ഇൻസേർട്ടഡ് എന്ന ടേബിളിൽ നമ്മൾ വന്നിട്ടുള്ള വാല്യൂസ്, അതായത് ന്യൂ വാല്യൂസ് ആണ്. ആ വാല്യൂസ് എടുത്തിട്ട് നമ്മൾ കസ്റ്റമർ IDയിലേക്കും കസ്റ്റമർ നെയിമിലേക്കും കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് കസ്റ്റമർ ഹിസ്റ്ററിയിലേക്ക് ജസ്റ്റ് ഈ വാല്യൂ പാസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്ത് പറയുന്നു, ജസ്റ്റ് റിമാർക്സ് ഇൻസേർട്ട് നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു റോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 2 റോസും, പ്രീവിയസ് റോസും ഡിലീറ്റഡ് റോസും ഇൻസേർട്ട് റോസും ഇതിൽ ഈ കസ്റ്റമർ ഹിസ്റ്ററി ടേബിളിൽ അപ്ഡേറ്റ് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ടർ ചെയ്യുന്നുണ്ട്. ആൾട്ടർ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. നമ്മൾ പീറ്റർ മാറ്റിയിട്ട് നമ്മൾ രഘു നോക്കും. ഓക്കെ, ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, 3 റോസ് എഫക്റ്റഡ് നമുക്ക് കാണിച്ചു. നമ്മൾ ടേബിളിൽ നിർത്തി നോക്കിയാൽ കണ്ടോ, അതായത് പീറ്റർ നമ്മൾ മാറ്റിയിട്ട് രഘു ഒക്കെ ചെയ്തു. അപ്പോൾ ടേബിൾ എന്തായിട്ടുണ്ട്, രഘു ആയിട്ടുണ്ട്. 13th എന്നുള്ള കസ്റ്റമർ ID രഘു ആയിട്ടുണ്ട്. നമ്മുടെ ഹിസ്റ്ററി ടേബിളിൽ വന്നതുണ്ടോ, അതായത് മുന്നുണ്ടായിരുന്ന വാല്യൂ പീറ്റർ ആയിരുന്നു, ആ പീറ്റർ ഇൻസേർട്ട് ചെയ്തു, ഡിലീറ്റ് ട്രിഗറിൽ വർക്ക് ചെയ്തു. അപ്ഡേറ്റ് ട്രിഗർ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഡിലീറ്റഡ് എന്ന് പറഞ്ഞ ടേബിളിലുള്ള ഡാറ്റ ഇൻസേർട്ട് ചെയ്തു. അതേമാതിരി അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ടേബിളിൽ വന്നിട്ടുള്ള വാല്യൂ ഹിസ്റ്ററി ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ ഒരു ടേബിളിലുള്ള അപ്ഡേഷൻ നടക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന ട്രിഗറാണ്, ഫയർ ചെയ്യുന്ന ട്രിഗറാണിത്. ഓക്കെ, അപ്പൊ അതിലുള്ള ഇതിനുള്ള വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ ഡിലീറ്റഡും ഇൻസേർട്ടഡ് ടേബിളും നമുക്ക് ഈ അപ്ഡേറ്റ് ട്രിഗറിൽ നമുക്ക് അവൈലബിൾ ആക്കി.